Ignite Physics. Concept to Clarity. ഹലോ, ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും കാണുന്ന എന്നാൽ കാര്യമായി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അദൃശ്യ സൂപ്പർ പവറിനെക്കുറിച്ചാണ്. അതെ, സ്ഥിതവൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതിൻ്റെ ഒരു ഡെമോ എങ്കിലും നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചില മാജിക് ട്രിക്കുകളൊന്ന് ഓർത്തു നോക്കൂ. ഈ തണുപ്പ് കാലത്തൊക്കെ കമ്പിളിക്കുപ്പായം ഊരുമ്പം മുടിയിഴകളിങ്ങനെ എഴുന്നു നിൽക്കുന്നതും അതിൽ നിന്ന് നേരിയൊരു ക്രാക്ക് ശബ്ദം കേൾക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ? അല്ലെങ്കിൽ ഉണങ്ങിയ മുടിയിൽ ഉരസിയ ഒരു ബലൂൺ ഭിത്തിയിൽ അത്ഭുതകരമായി ഒട്ടി നിൽക്കുന്നതും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശരിക്കും ആ നിമിഷങ്ങളിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് വെറുമൊരു മാജിക് അല്ല കേട്ടോ. ഇതിന് പിന്നിൽ അദൃശ്യമായ ഒരു വലിയ ശക്തിയുണ്ട്. ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ വളരെ വ്യക്തമായൊരു സയൻസ് ഉണ്ട്. ഉണങ്ങിയ മുടിയിൽ ഉരസിയ ഒരു പ്ലാസ്റ്റിക് പേനയോ സ്കെയിലോ ചെറിയ കടലാസ് കഷണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കടലാസുകൾ പേനയിലേക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കപ്പെടും. അതായത് മുടിയിൽ ഉരസുമ്പോൾ ആ പേനയ്ക്ക് മറ്റൊന്നിനെ ആകർഷിക്കാനുള്ള എന്തോ ഒരു പ്രത്യേക കഴിവ് ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഇത് വെറുതെ ചെയ്ത് നോക്കിയിട്ടുള്ളതല്ലേ? ആ പേനയ്ക്ക് ആ നിമിഷം കിട്ടുന്ന ആ പവർ അതൊരു മാജിക്കല്ല, അതൊരു സയൻസാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇത് വെറുതെ ചെറിയ കടലാസ കഷ്ണങ്ങളെ ആകർഷിക്കുന്നത് മാത്രമല്ല, ഈ അദൃശ്യ ശക്തിക്ക് ഒഴുകുന്ന വെള്ളത്തെപ്പോലും അക്ഷരാർത്ഥത്തിൽ വളയ്ക്കാൻ കഴിയും. തലമുടിയിൽ നന്നായി ഉരസിയൊരു പ്ലാസ്റ്റിക് സ്കെയിൽ താഴേക്കൊഴുകുന്ന ഒരു ചെറിയ ജലധാരയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ആ വെള്ളം സ്കെയിലിന് നേരെ വളയുന്നത് കാണാം. ശേഖരിക്കപ്പെടുന്ന ഇലക്ട്രിക് ചാർജിന്റെ യഥാർത്ഥ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമ്മെ കാണിച്ചു തരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒഴുകുന്ന ജലത്തെ വരെ സ്വാധീനിക്കാൻ മാത്രം ശക്തമാണ് നമ്മളീ പറയുന്ന ഊർജം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വളരെ സൂക്ഷ്മമായ ഒരു ലോകത്തേക്ക് പോകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കണ്ട പ്ലാസ്റ്റിക് പേനയും കടലാസും വെള്ളവുമെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും, എന്തിന് നമ്മൾ മനുഷ്യരുടെ വരെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആറ്റങ്ങളാണ്. ഒരു കെട്ടിടം പണിയാൻ ഇഷ്ടിക ഉപയോഗിക്കുന്നത് പോലെയാണിതും. നമ്മുടെ ഇന്നത്തെ കഥയിലെ യഥാർത്ഥ നായകൻ ഈ ആറ്റങ്ങൾക്കുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. ഇനി ഒരൊറ്റ ആറ്റത്തെ നമുക്കൊന്ന് സൂം ചെയ്തു നോക്കാം. ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആ ന്യൂക്ലിയസിന് ചുറ്റുമായി ചില ചെറിയ കണികകൾ ഒരു നിമിഷം പോലും വെറുതെയിരിക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കറക്കത്തിലാണ് നമ്മുടെ ഈ സ്റ്റാറ്റിക് വൈദ്യുതിയുടെ മുഴുവൻ രഹസ്യവും ഒളിച്ചിരിക്കുന്നത്. ഈ അദൃശ്യമായ ചെറിയ ലോകത്തെ കാര്യങ്ങളാണ് പുറത്ത് നമ്മൾ കാണുന്ന മാജിക്കുകൾക്കെല്ലാം കാരണം. ഒരു ആറ്റത്തിനുള്ളിലെ ഈ പ്രധാന കഥാപാത്രങ്ങളെ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഇംഗ്ലീഷിലെ പെൻ, അതെ, നമ്മുടെ പേന, ആ വാക്കോർക്കുക. പി എന്നാൽ പ്രോട്ടോണുകൾ, ഇ എന്നാൽ ഇലക്ട്രോണുകൾ, എൻ എന്നാൽ ന്യൂട്രോണുകൾ. ഇവ മൂന്നുമാണ് ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ. ഇത് വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ഈയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഈ കണികകളുടെ സ്വഭാവം ഒന്ന് നോക്കാം. പ്രോട്ടോണുകൾ ഭയങ്കര പോസിറ്റീവാണ്. അവ ആ ന്യൂക്ലിയസിനുള്ളിൽ ഒരിടത്ത് സുരക്ഷിതമായിരിക്കുകയാണ്. ന്യൂട്രോണുകളാകട്ടെ പ്രത്യേകിച്ചൊരു ചാർജും ഇല്ലാത്ത വെറും കാഴ്ചക്കാരാണ്. അവരും ന്യൂക്ലിയസിലാണുള്ളത്. എന്നാൽ ഈ ഇലക്ട്രോണുകൾ അങ്ങനെയല്ല കേട്ടോ. അവയ്ക്ക് നെഗറ്റീവ് ചാർജാണ്. ഒരിടത്ത് മടങ്ങി നിൽക്കാതെ ന്യൂക്ലിയസിന് ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ആക്റ്റീവായ ആളുകളാണവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സാധാരണഗതിയിൽ ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഉദാഹരണത്തിന് 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും. അങ്ങനെ വരുമ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും പരസ്പരം ക്യാൻസലായി പോവുകയും മൊത്തം ചാർജ് 0 അഥവാ 0 ആയി മാറുകയും ചെയ്യുന്നു. അതായത് സാധാരണയായി ആറ്റം തികച്ചും ന്യൂട്രലായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു ചാർജും പുറത്തേക്ക് കാണിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഈ ശാന്തമായ അവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? ആ ഘർഷണം അഥവാ ഫ്രിക്ഷൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഊർജ്ജസ്വരരായ നെഗറ്റീവ് ഇലക്ട്രോണുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് ചാടുന്നു. ഇങ്ങനെ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോഴാണ് അവിടെ വൈദ്യുത ചാർജ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ചാർജിംഗ് എന്ന് വിളിക്കുന്നത്. ഉരസുമ്പോൾ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഈ ഇലക്ട്രോണുകൾ പുറത്തു കടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് സ്ഥിരവൈദ്യുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമം വരുന്നത്. കാര്യം ഇത്രയുള്ളൂ. ഒരു വസ്തുവിന് അതിന്റെ നെഗറ്റീവ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടാൽ അതിൽ പോസിറ്റീവ് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലാകും. അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. നേരെ മറിച്ച് ഒരു വസ്തുവിന് പുറമേ നിന്നും ഇലക്ട്രോണുകളെ അധികമായി കിട്ടിയാലോ അതിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. വളരെ ലളിതമായ ഒരു കൊടുക്കൽ വാങ്ങൽ. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവർ പോസിറ്റീവാകും, സ്വീകരിക്കുന്നവർ നെഗറ്റീവാകും. ഇത് വളരെ മനോഹരമായി മനസ്സിലാക്കാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ബലൂണിന്റെ കാര്യം ഒന്നുകൂടി നോക്കാം. ഒരു ബലൂൺ നമ്മുടെ മുടിയിൽ ഉരസുമ്പോൾ
മുടിയിൽ നിന്നും ഇലക്ട്രോണുകളെ ഈ ബലൂൺ അക്ഷരാർത്ഥത്തിൽ മോഷ്ടിക്കുകയാണ്. അങ്ങനെ അധികം ഇലക്ട്രോണുകളെ കിട്ടുമ്പോൾ ബലൂൺ നെഗറ്റീവ് ചാർജുള്ളതായി മാറുന്നു. ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട മുടിയോ അത് പോസിറ്റീവ് ചാർജുള്ളതുമാകുന്നു. വ്യത്യസ്ത ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നതുകൊണ്ടാണ് ബലൂൺ മുടിയെ അത്ര ശക്തമായി ആകർഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ മാജിക്കിന്റെ രഹസ്യം പിടികിട്ടിയില്ലേ? ഇനി ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയാണ് വരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുമൊക്കെ നന്നാക്കുന്ന ടെക്നീഷ്യന്മാർ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകതരം ഗ്ലൗസുകൾ ധരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആന്റി സ്റ്റാറ്റിക് ഗ്ലൗസുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലേക്ക് പെട്ടെന്ന് ചാടിയാൽ അത് കരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. ആ ഷോക്ക് അവയ്ക്ക് താങ്ങാൻ പറ്റില്ല. അത് തടയാനാണ് അവർ ഇത്തരം ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. ഈ അദൃശ്യശക്തിയെ നമ്മൾ എന്തെങ്കിലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായുമുണ്ട്. തണുപ്പുള്ള സമയങ്ങളിൽ പ്ലാസ്റ്റിക് കസേരയിലിരുന്നിട്ട് എഴുന്നേറ്റ് പോയൊരു ഇരുമ്പ് വാതിലിന്റെ പിടിയിലോ മറ്റോ തൊടുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് അടിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലേ? അറിയാതെ നമ്മൾ കൈ വലിച്ചു പോകുന്ന ആ സമയം. ശരിക്കും അതെന്താണെന്നോ? നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദശലക്ഷക്കണക്കിന് അദൃശ്യ ഇലക്ട്രോണുകൾ ഒറ്റയടിക്ക് ആ ലോഹത്തിലേക്ക് ചാടുന്നതാണ് നിങ്ങൾക്ക് ആ ഷോക്കായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ എവിടെയെന്നെങ്കിലും നിങ്ങൾക്ക് അത്തരമൊരു ചെറിയ സ്റ്റാറ്റിക് ഷോക്ക് കിട്ടുമ്പോൾ ഒന്ന് നിർത്തുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ആ നിമിഷം എന്റെ ശരീരത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് അദൃശ്യ ഇലക്ട്രോണുകൾ പുറത്തേക്ക് ചാടിയതാണോ, അതോ വാതിലിൽ നിന്നും എന്റെ ശരീരത്തിലേക്ക് ഇരച്ചുകയറിയതാണോ? പ്രപഞ്ചത്തിലെ ഈ അദൃശ്യശക്തി എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.